ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനോടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൊതുവേ കാണുന്ന ഒരു ചെടിയാണ് പച്ചമുളക്. എന്നാൽ നമുക്ക് ധാരാളം വിളവ് തരുന്നതും ഈ പച്ചമുളക് തന്നെയാണ്. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് നമ്മളെ ചെടികളിൽ കാണുന്ന ഒരു രോഗമാണ് ഇലയുടെ കൂമ്പി നിൽക്കുന്നത് പോലെ വരുന്നത്. അങ്ങനെ ഒരു ഷണ്ടാവസ്ഥയിൽ വരികയും അതുപോലെ തന്നെ വളർച്ച അവിടെ മുരടിക്കുകയും ചെടി പൂർണ്ണമായും ഇലകൾ കുരുട്ടിച്ചു പോവുകയും ചെയ്യുന്നു. റാപ്റ്റൈൽ എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഇലകളുടെ തണ്ടുകൾ നീളം കൂടുകയും ഇലകൾ താഴേക്ക് കൂമ്പി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. പൊതുവേ പച്ചമുളക് നട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണാം. ഇത് പൊതുവേ മണ്ടരിയുടെ ഒരു അറ്റാക്ക് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ കാണുന്നതാണ് മണ്ടരി. ഇത് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ഒരിക്കലും സാധിക്കാത്ത, എന്നാൽ ബൈനോക്കുലറിലൂടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു ജീവിയാണ്. ഇതിൻ്റെ വലുതായിട്ടെടുത്തിരിക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ അറ്റാക്ക് മൂലമാണ് നമ്മുടെ ചെടികളിൽ ഈ മണ്ടരി ഉണ്ടാവുന്നത്. ഒരുപാട് മച്ചാന്മാർ വാട്സപ്പിലൂടെയും മറ്റും എനിക്ക് പച്ചമുളക് ചെടികളുടെ ഫോട്ടോയൊക്കെ അയച്ചു തന്ന് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യവും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള പ്രധാന കാരണം. ഈ ഒരു അസുഖത്തെ ചെറുക്കാൻ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ തൈകൾ വാങ്ങാവൂ. അതായത് മച്ചാനെ, നമ്മൾ ഈ തൈകൾ വാങ്ങുന്ന സമയത്ത് ചെടിയുടെ ഇലകളുടെ അടിഭാഗം നല്ലതുപോലെ വീക്ഷിച്ചു നോക്കുക. മണ്ടരിയുടെ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുന്നുവെങ്കിൽ ആ തൈകൾ വാങ്ങാതിരിക്കുക. ഇനി മണ്ടരി മാത്രമല്ല നമ്മുടെ ശത്രു. ഇനി മണ്ടരി മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് ശത്രുകീടങ്ങളുടെ ആക്രമണം ഈ വേനൽ സമയത്തുണ്ടാവും. എന്നാലും ഞാൻ ഈ മണ്ടരിയെക്കുറിച്ച് മാത്രമാണ് ഇപ്പം ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ തൈകൾ നമ്മൾ നഴ്സറികളിൽ നിന്ന് നടാൻ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെടിയുടെ ഇലകളുടെ അടിഭാഗത്ത് ശ്രദ്ധിക്കുക. വല്ല പ്രാണികളുടെ ആക്രമണമോ ഇല്ലാത്ത തൈകൾ മാത്രമേ നമ്മൾ വാങ്ങാവൂ. ഒരു കീടശല്യവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെടി നടാനായിട്ട് സെലക്ട് ചെയ്യുകയും ആവാവൂ. ഇത് ചെടികൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴും വളരെ ശ്രദ്ധ നമുക്ക് വേണം. അതായത് നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് കൊണ്ടാണ് ഇത്രയധികം സക്കിംഗ് പെസ്, അതായത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം കൂടുന്നത്. നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടും മണ്ണിലെ പോഷകങ്ങളുടെ കുറവ് കൊണ്ടും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആണ് നടുന്നതെങ്കിൽ ഒരു കുട്ട മണ്ണിലേക്ക് നമ്മൾ 100 ഗ്രാം കുമ്മായപ്പൊടി, അതായത് പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിരിക്കണം. ഇത് ഒരു കുട്ട മണ്ണിലേക്ക് 100 ഗ്രാം എന്ന അളവിൽ നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് 50% നനവും കൊടുത്ത് 15 ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഈ മണ്ണ് സെലക്ട് ചെയ്യാവൂ. ഇനി നമ്മൾ മണ്ണിൽ തടം വെട്ടിയാണ് ചെടികൾ നടുന്നതെങ്കിൽ 1 സെൻറ്റിലേക്ക് കുറഞ്ഞത് 3 കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നേരത്തെ പറഞ്ഞതുപോലെ 50% നനവും കൊടുത്ത് മണ്ണുമായിട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി 15 ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ ഏത് കൃഷിയും നമ്മൾ ചെയ്യാവൂ, പ്രത്യേകിച്ച് മുളക് കൃഷി. അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ജൈവവളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇല്ലായെങ്കിൽ നമ്മുടെ മണ്ണിലെ ജീവാണുക്കൾ ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂടുവാനും മണ്ണ് ജീവനുള്ളതായി മാറുവാനും നമ്മൾ ജൈവവളങ്ങൾ മണ്ണിൽ ചേർത്തേ മതിയാവൂ. ഇനി ചാക്കുകളിലോ അഥവാ ഗ്രോ ബാഗുകളിലോ ആണ് നടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 100 കിലോഗ്രാമെങ്കിലും നമ്മൾ ഇതുപോലെ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത മേൽമണ്ണ് നമ്മൾ ചേർത്തിരിക്കണം. അതുപോലെ തന്നെ ഒരു 50 കിലോഗ്രാം ചകിരിച്ചോറ് കമ്പോസ്റ്റും ഉമിച്ചാരവും 100 കിലോഗ്രാം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ചേർത്തിട്ട് വേണം നമ്മൾ നടാനായിട്ടുള്ള നടീൽ മിശ്രിതം, അതായത് നമ്മളെ പോട്ടി മിക്സ് തയ്യാറാക്കുവാൻ. ഇങ്ങനെയാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി ചെടി നടുന്നത് എങ്കിൽ നമുക്ക് ഒരുപാട് കീടശല്യങ്ങളെ ഒഴിവാക്കി നിർത്തുവാൻ സാധിക്കും. അപ്പോൾ ഈ ഉമിച്ചാരം എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ പാടാണ് കിട്ടാൻ. തീർച്ചയായും നമ്മുടെ മില്ലുകളിൽ, അതായത് അരി പൊടിപ്പിക്കുന്ന മില്ലുകളിൽ, അരി കുത്തുന്ന മില്ലുകളിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഉമി വാങ്ങിക്കാൻ കിട്ടും. ഇതിനെ നമ്മൾ ചാരമാക്കി വേണം ചെടിക്ക് ഉപയോഗിക്കാൻ. കാരണം ഈ ഉമിച്ചാരം എന്ന് പറയുന്നത് സിലിക്കണിൻ്റെയും അതുപോലെ തന്നെ പൊട്ടാഷിൻ്റെയും ഒരു റിച്ച് സ്റ്റോഴ്സ് തന്നെയാണ്. അപ്പോൾ ഉമിച്ചാരം ചേർത്ത് കൊടുത്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ നമ്മുടെ കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ഈ ഉമിച്ചാരത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ
നമുക്ക് തുടക്കത്തിലേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളെ നല്ലതുപോലെ വളർത്തിയെടുക്കാം. നമ്മളെ മുളക് ചെടി ഒരു കീടരോഗവും ഇല്ലാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കുവാനും സാധിക്കും. അതുപോലെ നമ്മൾ മണ്ണിൽ തടം വെട്ടിയാണ് നടുന്നതെങ്കിൽ ആ തടത്തിലേക്ക് നമുക്ക് കൂടുതലായും ചേർത്ത് കൊടുക്കേണ്ടത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മളെ ഉമിച്ചാരവും പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റുമാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ചെടി നടുക. ഇനി അതിന് തടത്തിലേക്ക് നമ്മൾ പൊതയായിട്ടിട്ട് കൊടുക്കേണ്ട ശീമക്കൊന്നയുടെ ഇലകളാണ്. ശീമക്കൊന്ന ഇല നമ്മൾ പൊതയിട്ട് കൊടുക്കുന്നതിലൂടെ മേൽവളമായും അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് അടിവളമായിട്ട് ചേർത്ത് കൊടുത്താൽ അതും വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ശീമക്കൊന്ന എന്ന് പറയുന്ന പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ വേരുകൾ ഒരുപാട് ഡെപ്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ധാരാളം സൂക്ഷ്മവളങ്ങൾ സ്വീകരിക്കുകയും അത് ചെടിയുടെ ഇലകളിലേക്ക് സംഭരിക്കുകയും ചെയ്യുന്ന ചെടിയാണ്. അതുപോലെ തന്നെ പൊതുവേ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലകളിൽ നോക്കിയാൽ ഒരു കീടപ്രാണി ശല്യങ്ങളെയും അതിൽ കാണാൻ സാധിക്കില്ല. കാരണം ശീമക്കൊന്ന ഇലകളിൽ ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിൽ കൂടി വരുന്ന കീടരോഗങ്ങളെ ചെറുക്കുവാനുള്ള കഴിവ് നമ്മുടെ ശീമക്കൊന്ന ഇലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശീമക്കൊന്ന ഇല ഉപയോഗിച്ച് പൊതയിട്ട് കൊടുത്താൽ ഒരുപാട് കീടരോഗങ്ങളെ മാറ്റി നിർത്താനുള്ള കഴിവ് നമ്മുടെ ശീമക്കൊന്ന ഇലയ്ക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മണ്ടരിയെ നമ്മുടെ ചെടിയുടെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല. അതുപോലെ തന്നെ ഇനി നമ്മൾ പച്ചമുളക് ചെടി നടുമ്പോൾ എപ്പോഴും 2 വരികൾ തമ്മിലും 2 ചെടികൾ തമ്മിലും 2 അടിയെങ്കിലും അകലം കൊടുത്തിരിക്കണം. ഇനി ഗ്രോ ബാഗിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ചെടികളുടെ ഇലകൾ തമ്മിൽ ഒരു കാരണവശാലും മുട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ ചെടികൾ വെക്കേണ്ടത്. കാരണം നമ്മളെ ഒരു ചെടിക്ക് അസുഖം വന്നാൽ മറ്റൊരു ചെടിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ഇട വരുത്തരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ അകലം കൊടുത്ത് ചെടികളുടെ ഇലകൾ തമ്മിൽ ടച്ചാവാത്ത വിധത്തിൽ വെക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ നടുന്ന മണ്ണിൽ മുൻ ദിവസങ്ങളിൽ നമ്മൾ പച്ചമുളക്, വഴുതന, തക്കാളി ഈ ചെടികൾ നട്ടിട്ടുണ്ട് എങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ആ സ്ഥലത്ത് ഒരു കാരണവശാലും തടത്തിൽ ഈ പച്ചമുളക് ചെടി നടാൻ പാടില്ല. അതായത് ഇത് പച്ചമുളക് ചെടിക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകളും നടുമ്പോൾ ഇതുപോലെ വേണം നമ്മൾ നടാൻ. ഒരിക്കൽ നട്ടെടുത്ത് പിന്നെ അതേ ചെടി നടാൻ പാടില്ല. ഒരിക്കൽ പച്ചമുളക് നട്ടെടുത്ത് നമുക്ക് അടുത്തതായിട്ട് വെണ്ട നട്ടു കൊടുക്കാം. അങ്ങനെ മാറ്റി മാറ്റി നടുക. ഇത് ഒരു തവണ നമ്മൾ കൃഷി ചെയ്ത മണ്ണിലുണ്ടാവുന്ന രോഗങ്ങൾ മറ്റൊരു കൃഷി ചെയ്യുമ്പോൾ വീണ്ടും അതിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ മാറ്റി മാറ്റി നടണമെന്ന് പറയുന്നത്. ഇതിനെയാണ് വിള പരിക്രമണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പച്ചമുളക് ചെടിയിൽ ഈ മണ്ടരിയുടെ അസുഖം കണ്ടാൽ, അതായത് വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തലഭാഗത്ത് നിന്നും 10 സെൻറ്റിമീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്ത് അതിനെ തീയിലിട്ട് നശിപ്പിച്ച് കളയുകയാണ് വേണ്ടത്. അതിനുശേഷം 5 മില്ലി വേപ്പെണ്ണ, 2 മില്ലി ഷാമ്പു, ഇല്ല എങ്കിൽ 2 മില്ലി ഡിഷ് വാഷ്, ഇത് 1 ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുലുക്കി അത് നമ്മളെ ചെടി കുളിക്കത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഒരാഴ്ചയിൽ ഒരിക്കൽ എന്ന വിധത്തിൽ നമ്മളെ ചെടിയെ നല്ലതുപോലെ നനയത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് തന്നെയാണ് ഏറ്റവും നല്ല പ്രിവെൻറ്റീവ് മിഷൻ. ഇനി നമ്മൾ ധാരാളമായിട്ട് പച്ചമുളക് കൃഷി ചെയ്തിട്ടുണ്ട്, അതായത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് ഇതുപോലെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം വെർട്ടിസീലിയം വെക്കാനിയം എന്നാണ് ഇതിന് പറയുന്ന പേര്. അപ്പോൾ ഇത് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ഇലകളുടെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തും കൊള്ളത്തക്ക വിധത്തിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള പ്രാണികൾ, ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രാണികൾ സാധാരണയായിട്ട് കാണുന്നത് ഇലയുടെ അടിഭാഗത്താണ്. അതുകൊണ്ടാണ് ഇലയുടെ അടിഭാഗം നല്ലതുപോലെ നനയത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം സമയങ്ങളിലോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ ഈ ചെടിയുടെ ഇലകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിൻ്റെ അടിഭാഗത്ത് മഞ്ഞ നിറത്തിലോ ചുമന്ന നിറത്തിലോ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയണം. അങ്ങനെയുള്ള പ്രാണികളാണ് ഈ മണ്ടരി എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം തന്നെ പോളിഫാഗോസ് ടാർട്ടോനിമസ് ലാറ്റസ് എന്നാണ്. അതുപോലെ തന്നെ ഈ മണ്ടരിയെ നമുക്ക് സമയത്ത് നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നിന്നും പൂർണ്ണമായും ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മളെ പച്ചമുളക് ചെടിക്ക് കൊടുക്കേണ്ട ഒരു ദ്വിതീയ മൂലകമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. പൊതുവേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ ഒരു ദ്വിതീയ മൂലകത്തിൻ്റെ പ്രയോഗം. ഇത് നമ്മളെ ചെടികൾ മഞ്ഞളിച്ച് പോകുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ കുറവ് മൂലം ഇലകൾ കുരുട്ടിച്ച്
പോവുകയും ചെയ്യും, കായ്ഫലമില്ലാതായി മാറുകയും ചെയ്യും. നമ്മൾ മണ്ണിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത് കാൽസ്യമാണ്. അതൊരു സെക്കൻഡറി ന്യൂട്രിയൻസാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മൂലകം കൂടിയാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നമുക്ക് ചെടികളിൽ കിട്ടാൻ വേണ്ടി ഒരു സെൻറ്റിലേക്ക് നമുക്ക് 150 ഗ്രാം എന്ന അളവിലും, ഒരു സെൻറ്റിലേക്ക് മൊത്തം പച്ചമുളക് കൃഷിക്ക് വേണ്ടുന്നത് 360 ഗ്രാമുമാണ്. ഇനി ഒരു ചെടിക്ക് 8 ഗ്രാം എന്ന അളവിൽ നമുക്ക് ചാണകപ്പൊടിയോടൊപ്പം മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളിലേക്ക്, ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൂക്ഷ്മമൂലകം കൃത്യമായും നമ്മൾ കൊടുക്കേണ്ടതാണ് ചെടിക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കൂ. അതുപോലെ തന്നെ 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ 3 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം അതിലേക്ക് ഒരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ 5 ടീസ്പൂൺ നമ്മൾ ചാരം ചേർക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നമുക്ക് ഇതുപോലുള്ള സക്കിംഗ് പെസ്റ്റിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതായത് മണ്ടരിയെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു വഴിയും കൂടിയാണ്. ഇത് നമുക്ക് ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്തു കൊടുത്താൽ കീടരോഗങ്ങളെ പൊതുവേ നമുക്ക് നമ്മളെ മുളക് ചെടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പച്ചമുളക് ചെടി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വളർത്തുന്നതാണ്. അതുപോലെ തന്നെ അധികം പൈസ ചിലവൊന്നും ഞാൻ മുടക്കി വളങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെയുള്ള ജൈവവളങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ചെടിക്ക് ഇട്ടുകൊടുത്ത് വളർത്തിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല പരിചരണമാണ് നമ്മളെ ചെടിയുടെ ഉത്തമമായ വളർച്ചയ്ക്കും നല്ല വിളവ് കിട്ടാനും സാധിക്കുന്നത്. ഈ വീഡിയോ മച്ചാന്മാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും ഒരു കാർഷിക വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.